ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ക്രൈംബ്രാഞ്ച്. മറ്റു സ്ഥാപനങ്ങൾക്കും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടി പറഞ്ഞു. മുഖ്യപ്രതി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഐബിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. ചോർത്തയായിട്ടുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്, തീർച്ചയായും സമ്മതിക്കുന്നുണ്ട്. ചോർത്തപ്പെട്ട ക്വസ്റ്റ്യൻ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ അയാൾ പറയുന്നത്. ആൾ പറഞ്ഞിരിക്കുന്ന ആൾ മറ്റുള്ള പ്രതികളുടെ പേരിലാണ് ആരോപിക്കുന്നത്. എങ്കിലും ചോർത്തപ്പെട്ടിരുന്ന ആൾക്ക് പിന്നീട് മനസ്സിലായ അയാൾ സമ്മതിച്ചിട്ടുണ്ട്. ഈ അന്വേഷണം ഒന്നാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് ചോർത്തപ്പെട്ടിട്ടുണ്ടോ, ചോർത്തി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളോട് പരിശോധിക്കുന്നതാണ്. ചോർന്ന് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് അവർ പ്രഡിക്ഷൻ നടത്തിയിരിക്കുന്നത്. അപ്പം പിന്നെ ഗൂഢാലോചന ഉണ്ടല്ലോ, വ്യക്തമാണ്. അതിൽ കൂട്ടുപ്രതികൾ 4 പേര് ചേരുമ്പോൾ തന്നെ ഗൂഢാലോചന ആയല്ലോ. ഈ ഓൾറെഡി ആയി കഴിഞ്ഞ് കൂടുതൽ പ്രതികളിലേക്ക് നീങ്ങാൻ പറ്റുമെന്ന് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത്. ഷബീർ ഉമർ വിശദാംശങ്ങൾ നൽകും. ഷബീർ, ഈ ഷുഹൈബിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഇതേ കണക്കിന് ഈ ചോദ്യപേപ്പർ കൂടുതൽ സ്ഥാപനങ്ങൾക്ക് ചോർത്തി നൽകിയതായുള്ള സംശയങ്ങളുണ്ടോ പോലീസിന്? സൈഫുദ്ദീൻ, തീർച്ചയായും അത്തരം ചില സംശയങ്ങളുണ്ട്. മറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കുമെന്നാണ് ഈ അന്വേഷണ സംഘ തലവനായിട്ടുള്ള ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടി പറഞ്ഞത്. അതായത് നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ചിന് ഇത്തരത്തിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. ഈ കേസ് അന്വേഷണം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ സ്ഥാപനം മാത്രമല്ല, മറ്റ് ചില സ്ഥാപനങ്ങൾക്ക് കൂടി ഇത്തരത്തിൽ പങ്കുള്ളതായി ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും നേരത്തെ ഈ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിശദമായ അന്വേഷണം ആവശ്യമാണ് എന്ന് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത്. എന്തായാലും ഇന്നലെയാണ് ഷുഹൈബ് കീഴടങ്ങുന്നത്. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി റദ്ദാക്കിയതിന് പിന്നാലെ, തള്ളിയതിന് പിന്നാലെയാണ് ഷുഹൈബ് കീഴടങ്ങുന്നത്. ആ സമയം മുതൽ ഷുഹൈബ് ആവർത്തിച്ച് പറഞ്ഞ കാര്യം താനല്ല, തന്റെ കൂടെയുള്ള അല്ലെങ്കിൽ തന്റെ ജീവനക്കാരായ അധ്യാപകരാണ് ഫഹദ് എന്ന്, പ്രത്യേകിച്ച് ഫഹദ് എന്ന അധ്യാപകനാണ് ഈ ചോദ്യപേപ്പർ ചോർത്തിയത്. തനിക്കതിൽ പങ്കില്ല, അത് തന്നെ ഗൂഢാലോചനയുടെ ഭാഗമാണ്, തന്റെ സ്ഥാപനത്തെ തകർക്കുന്നതിന്റെ ഭാഗമായാണെന്നാണ് ഫഹദ് ആവർത്തിച്ച് പറഞ്ഞത്. ഇന്നലത്തെ ചോദ്യം ചെയ്യലിലും ക്രൈംബ്രാഞ്ച് പ്രാഥമികമായ ചില ചോദ്യം ചെയ്യൽ നടത്തി മൊഴി രേഖപ്പെടുത്തി. അതിൽ തന്നെ ഈ ഷുഹൈബ് പറയുന്നത് ഫഹദാണ് ഇത് ചെയ്തത്, ചോദ്യപേപ്പർ ചോർന്നുവെന്ന് ഷുഹൈബ് സമ്മതിക്കുന്നുണ്ട്. നേരത്തെ ഷുഹൈബ് പറഞ്ഞിരുന്നത് ഇത് പ്രൊഡക്ഷനാണ്, പ്രവചനമാണെന്നായിരുന്നു ഷുഹൈബ് പറഞ്ഞിരുന്നത്. പക്ഷേ ക്രൈംബ്രാഞ്ച് തെളിവ് നിരത്തി തന്നെ ചോദ്യം ചെയ്തതിൽ ഈ ചോദ്യപേപ്പർ ചോർന്നുവെന്ന് ഷുഹൈബ് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചോർന്നത് തന്റെ അറിവോടെയല്ല, തന്റെ കുറ്റമായി അത് വരില്ല എന്നാണ് ഷുഹൈബ് ആവർത്തിച്ച് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. തെളിവുകളടക്കം നിരത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഷുഹൈബിനെ അല്പസമയത്തിനകം താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം സ്വാഭാവികമായും റിമാൻഡിലാകും. അതിനുശേഷം ക്രൈംബ്രാഞ്ച് സംഘം ഷുഹൈബിനായി കസ്റ്റഡി അപേക്ഷ നൽകും. നേരത്തെ പിടിയിലായ, അതായത് ചോദ്യപേപ്പർ ചോർത്തി എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുള്ള മലപ്പുറത്തെ എയ്ഡഡ് സ്കൂളിലെ പിയൂൺ അബ്ദുൽ നാസറിനായുള്ള കസ്റ്റഡി അപേക്ഷ ക്രൈംബ്രാഞ്ച് ഇതിനോടകം നൽകിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഇന്ന് പരിഗണിച്ച് ഇന്ന് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിടാനുള്ള സാധ്യതയുണ്ട്. ഷുഹൈബിനായും ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷ നൽകും. അതോടൊപ്പം തന്നെയാണ് ഇന്നലെ ജാമ്യം ലഭിച്ച ഈ കേസിലെ 2-3 പ്രതികളായ ഫഹദ്, ഒപ്പം തന്നെ മറ്റൊരു അധ്യാപകൻ, ഈ MS സൊല്യൂഷൻസിലെ മറ്റൊരു അധ്യാപകൻ, ഇവർക്കായും കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡി അപേക്ഷ എല്ലാവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്യും. കാരണം സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. ഇപ്പോൾ 4 പ്രതികളാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ നിലവിൽ പരിശോധിക്കുന്നത് ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിന് മുമ്പുള്ള പരീക്ഷാ പേപ്പറോ ചോദ്യപേപ്പറോ അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ വർഷത്തെ സമാനമായ രീതിയിൽ മുൻ വർഷങ്ങളിൽ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടോ എന്നൊന്നും ഇപ്പോൾ പരിശോധിക്കുന്നില്ല. പക്ഷേ ഇത് നിലവിലെ പരിശോധന ക്രിസ്മസ് പരീക്ഷയാണെങ്കിലും വിശദമായ അന്വേഷണത്തിൽ മറ്റ് വശങ്ങൾ കൂടി പരിശോധിക്കുമെന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം നൽകുന്ന സൂചന. പ്രധാനമായും മറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതും അന്വേഷണ പരിധിയിലുണ്ട് എന്നാണ് അന്വേഷണ സംഘ തലവനായിട്ടുള്ള ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടി വിശദീകരിക്കുന്നത്. സൈഫുദ്ദീൻ, ഷബീർ ഉമറാണ് വിശദ വിവരങ്ങൾ നൽകിയത്.